ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലേ, VFA പരീക്ഷ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, കേരള PSCയുടെ ഈ ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം 2025 ഡിസംബർ മാസത്തിൽ ഒരുപിടി നോട്ടിഫിക്കേഷനുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേരുടെ അവസാനത്തെ അവസരം കൂടി ആയതിനാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. എന്തുകൊണ്ടെന്നാൽ 2021 അവസാന നോട്ടിഫിക്കേഷൻ വന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. പൊതുവെ 200 സംതിങ് ആയിട്ടുള്ള ഒരു നിയമനങ്ങളാണ് ഇതുവരെ PSC നടത്തിയത്. കാലാവധി VFAയുടെ കാലാവധി 2024 അവസാനിക്കുന്നു. ഇപ്പോൾ 25 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. 26 മാർച്ച് മാസത്തോടുകൂടി പരീക്ഷ നടക്കാൻ സാധ്യത. അപ്പോൾ നമുക്ക് നോക്കാം, VFA പരീക്ഷ പഠിച്ചിട്ട് കാര്യമുണ്ടോ, പ്രൊമോഷൻ സാധ്യതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഏറ്റവും വലിയ പ്രത്യേകത 2021 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷനാണ് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. പ്രൊമോഷൻ സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും പ്രൊമോഷൻ സാധ്യതയും ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കണം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നൊരു സ്വപ്ന ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഒരു സൗജന്യ വാട്സപ്പ് കൂട്ടായ്മ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സിലബസിനെ അടിസ്ഥാനമാക്കിയ ഫ്രീ നോട്ട്സും PDF-കളും മറ്റ് വെബിനാറിൻ്റെ ലിങ്കുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഒപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VFA എന്ന തസ്തികയിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും സേവന കാലയളവും യോഗ്യതയും അനുസരിച്ച് ലഭിക്കാവുന്ന പ്രധാനപ്പെട്ട സ്ഥാനക്കയറ്റങ്ങളുണ്ട്. അവ ഇനി പറയുന്ന സ്ഥാനക്കയറ്റങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു 8 മുതൽ 15 വർഷക്കാലത്തെ സീനിയോറിറ്റി ഉള്ള ഏതൊരാളിനും സ്ഥാനക്കയറ്റം ലഭിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. വില്ലേജ് ഓഫീസറാണ് സ്ഥാനക്കയറ്റം കിട്ടുന്ന പ്രധാനപ്പെട്ട വില്ലേജ് ഓഫീസർ. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരാളിന് വില്ലേജ് ഓഫീസറായി പ്രൊമോഷൻ കിട്ടാം. VFAയുടെ തൊട്ടടുത്ത സ്ഥാനക്കയറ്റ സാധ്യതകളിൽ ഒന്നാണ് വില്ലേജ് ഓഫീസർ. നമുക്കറിയാം VO, വില്ലേജ് ഓഫീസർ എന്നറിയപ്പെട്ട പദവി വളരെ പ്രധാനപ്പെട്ടതാണ്. നിശ്ചിത വർഷത്തെ സേവനവും മറ്റ് യോഗ്യതകളും പൂർത്തിയാക്കുന്നതോടെ വില്ലേജ് ഓഫീസറായി സ്ഥാനക്കയറ്റം ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കും എന്ന കാര്യം നമ്മളവിടെ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2025 ഡിസംബറിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇപ്പോഴേ പഠിച്ച് നിങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായി ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷനിലൂടെ ആദ്യം കിട്ടാവുന്ന ഒരു സ്ഥാനക്കയറ്റമാണ് വില്ലേജ് ഓഫീസർ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഒന്നാണ് സീനിയർ വില്ലേജ് ഓഫീസറാണ്. സീനിയർ വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ പദവിയിൽ നിന്ന് തൊട്ടടുത്തതായി സ്ഥാനക്കയറ്റം കിട്ടുന്ന പദവിയാണ് സീനിയർ വില്ലേജ് ഓഫീസറാണ്. ഉണ്ടോ? സീനിയർ വില്ലേജ് ഓഫീസറിൽ നിന്ന് പിന്നീട് റവന്യൂ ഇൻസ്പെക്ടർ എന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടാം. റവന്യൂ ഇൻസ്പെക്ടർ ഉണ്ടോ? പരിചയവും ഭരണപരവുമായ കാര്യങ്ങളിൽ പ്രാവീണ്യവും നേടുന്നതിലൂടെ ഉയർന്ന ഭരണപരമായ പദവിയാണ് ഈ റവന്യൂ ഇൻസ്പെക്ടർ പദവി. ആ റവന്യൂ ഇൻസ്പെക്ടർ പദവിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയുന്നു സ്ഥാനക്കയറ്റത്തിലൂടെ, പ്രൊമോഷനിലൂടെ. അപ്പോൾ വില്ലേജ് ഓഫീസർ, സീനിയർ വില്ലേജ് ഓഫീസർ, പിന്നെയോ റവന്യൂ ഇൻസ്പെക്ടർ പദവി. മനസ്സിലാവുന്നുണ്ടോ? ഇനിയുണ്ട് റവന്യൂ ഇൻസ്പെക്ടർ പദവിയിൽ ഇരുന്നു കൊണ്ട് അടുത്ത സ്ഥാനക്കയറ്റം ഏതാണ്? അസിസ്റ്റന്റ് റവന്യൂ ഓഫീസർ. അസിസ്റ്റന്റ് റവന്യൂ ഓഫീസർ പദവിയിലേക്കാണെന്ന് ഓർക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു വിങ് ആണ് ഈ ഏതറിയപ്പെടുന്നത് അസിസ്റ്റന്റ് റവന്യൂ ഓഫീസർ എന്നൊക്കെ അറിയപ്പെട്ട പദവി അല്ലേ. അസിസ്റ്റന്റ് റവന്യൂ ഓഫീസറാണ്. റവന്യൂ വകുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഭരണപരമായ ഒരു പദവിയാണ്. ഉയർന്ന സർവീസ് റെക്കോർഡുകളോടെ ഈ പദവിയിലേക്ക് എന്ത് ചെയ്യാം? ഉയർന്ന സർവീസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ, സീനിയോറിറ്റിയും ഉണ്ടെങ്കിൽ ഈ സർവീസിലേക്കും പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രവേശനം ലഭിക്കും അല്ലേ. കൂടുതൽ അനുഭവപരിചയവും വകുപ്പ് തല പരീക്ഷകളിലെ പ്രകടനവും അടിസ്ഥാനമാക്കി റവന്യൂ വകുപ്പിലെ തഹസീൽദാർ,
ഡെപ്യൂട്ടി തഹസീൽദാർ തുടങ്ങിയ ഉയർന്ന ഭരണപരമായ പദവികളിലേക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പോൾ മികച്ച സർവീസ് ട്രാക്ക് റെക്കോർഡ്, മികച്ച സീനിയോറിറ്റി, ഭരണപരമായ കാര്യങ്ങളിലെ പ്രാവീണ്യം, ഇതൊക്കെ അടിസ്ഥാനമാക്കി തഹസീൽദാർ, ഡെപ്യൂട്ടി തഹസീൽദാർ വരെ. അപ്പോൾ ഒരു തഹസീൽദാർ, ഡെപ്യൂട്ടി തഹസീൽദാർ പദവി വരെ പ്രമോഷൻ കിട്ടാവുന്ന ഒരു പദവിയിലേക്കാണ് നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. ഏതാണ്? VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ നിസ്സാരമല്ല കളി. അത് നിങ്ങൾക്ക് ഒരു തഹസീൽദാർ വരെ ആകാൻ സാധ്യതയുണ്ട്, പ്രമോഷനിലൂടെ കഴിയുമെന്നുള്ളതാണ്. സ്ഥാനക്കയറ്റത്തിനുള്ള കാലയളവ് നമുക്കറിയാം. പ്രൊമോഷൻ പീരീഡ് നമുക്കറിയാം. ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകൾ, സീനിയോറിറ്റി ലിസ്റ്റ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷകൾ, അതുപോലെ പാസ്സാകേണ്ട ആവശ്യം എന്നിവയെ ആശ്രയിച്ചായിരിക്കും പ്രൊമോഷൻ. നമുക്ക് ആൾറെഡി അറിയാം. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിലൂടെ പറ്റും. അതുപോലെ സാധാരണ ഗ്രേഡ് പ്രൊമോഷനുകൾ, അല്ലെങ്കിൽ സാധാരണ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകൾ, സീനിയോറിറ്റി ലിസ്റ്റ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. പൊതുവായി മികച്ച പ്രകടനവും നല്ല ട്രാക്ക് റെക്കോർഡ്, സമയബന്ധിതമായ യോഗ്യതകളും ഉള്ളവർക്ക് 8 മുതൽ 15 വർഷത്തിനുള്ളിൽ ആദ്യത്തെ സ്ഥാനക്കയറ്റം കിട്ടും. കണ്ടോ, 8 മുതൽ 15 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും? ആദ്യ സ്ഥാനക്കയറ്റം ലഭിക്കും എന്നുകൂടി ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രമോഷൻ സാധ്യതയെക്കുറിച്ച്. ഇനി ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടുന്ന ഒരാളിന് ലഭിക്കുന്ന ആദ്യ പ്രമോഷനാണ് ഏത് തസ്തിക? വില്ലേജ് ഓഫീസറാണ്. അവിടുന്ന് സ്ഥാനക്കയറ്റം കിട്ടി ഏതുവരെ? തഹസീൽദാർ വരെ, ഡെപ്യൂട്ടി തഹസീൽദാരോ വരെ ആകാനുള്ള സാധ്യതയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. മറക്കരുത്. അതിനുവേണ്ടി ഇപ്പം തന്നെ പരിശ്രമം നടത്തുക. അപ്പം ഞാൻ പറഞ്ഞു, അവസാന നോട്ടിഫിക്കേഷൻ വന്നത്, ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്. ഏറ്റവും അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് 2021 മാത്രമാണ്. അതാ നോക്കുക, 15/9/2021 അവസാനം നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ 300 കാണാൻ പറ്റുന്നുണ്ടോ? 368/2021. ഇതാണ് കാറ്റഗറി നമ്പർ. നിങ്ങൾ ഈ കാറ്റഗറി നമ്പർ എഴുതി കാണിക്കാൻ കാരണം, ഈ കാറ്റഗറി നമ്പർ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതായത് അവസാനം നടന്ന VFA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിനകത്ത് ഏതെല്ലാം ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം ചോദിച്ചെന്നൊക്കെ വെറുതെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാമല്ലോ. 368/2021 ഉണ്ടോ? ഇതാണ് അവസാനം വന്ന നോട്ടിഫിക്കേഷൻ. അതിനുശേഷം 22, 23, 24 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വരാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ വലിയ പ്രതീക്ഷകളുള്ള ഒരു പദവിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന കാര്യം ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? 2024 NCA നോട്ടിഫിക്കേഷൻ പ്രകാരം സ്പെഷ്യൽ കാറ്റഗറി ST വിഭാഗക്കാർക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടി ഒരു VFA പരീക്ഷ നടത്തിയിരുന്നു. അത് ഒരു ഒഴിവോ 2 ഒഴിവിലേക്കോ മാത്രം നടത്തിയ ഒരു പരീക്ഷയാണ്. അത് കാറ്റഗറി നമ്പർ 049, കാറ്റഗറി നമ്പർ 049/2024. ഇതും കാറ്റഗറി നമ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കണം. 049 049/2024 കണ്ടോ? കാറ്റഗറി നമ്പർ 049/2024 കാറ്റഗറിയാണ്. അതിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോക്കുക. പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രം, ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടി മാത്രമായിരുന്നു പരീക്ഷ നടന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഒരേ ഒരു ഒഴിവിലേക്ക് മാത്രം, ഒറ്റ ഒഴിവിലേക്കാണ് നടന്നത്. അപ്പോൾ എങ്കിലും ഒഴിവിലേക്ക് ഒരു ഒഴിവ്, ആ പരീക്ഷ നടന്നല്ലോ. സ്പെഷ്യൽ കാറ്റഗറി NCA നോട്ടിഫിക്കേഷൻ പ്രകാരം. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നടന്നു. അപ്പോൾ ജനറൽ കാറ്റഗറി എല്ലാ വിഭാഗക്കാർക്കും വേണ്ടി അവസാനം നടന്ന പരീക്ഷ 2021 21 ശേഷം ഇപ്പോൾ നടക്കാൻ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പോകുന്നു. ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അപേക്ഷിക്കാൻ കഴിയും. ഡിഗ്രി പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, NCA നോട്ടിഫിക്കേഷൻ പ്രകാരം ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ ഒരേ ഒരു ഒഴിവിലേക്ക് മാത്രം നടത്തിയ പരീക്ഷ. ആ പരീക്ഷയുടെ കാറ്റഗറിയാണ് 049/2024. അതിൻ്റെ സിലബസാണ് നോക്കുക. അതായത് LDCയുടെ അതേ സിലബസ് തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. 10th ലെവലിൻ്റെ അതേ സിലബസ്. അതായത് ഹിസ്റ്ററി 5 മാർക്ക് എന്ന് പറയുമ്പം വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാം കൂടി 5 മാർക്ക്. ഭൂമിശാസ്ത്രം, ജിയോഗ്രഫി, അതും വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി 5 മാർക്ക്. അതുപോലെ ധനത്വശാസ്ത്രം, ഇക്കണോമിക്സ് 5 മാർക്ക്. അത് ഇന്ത്യൻ സിനാരിയോ മാത്രം, അതായത് ഇന്ത്യ സാമ്പത്തിക രംഗം എന്നൊരു പേപ്പറാണ്, 5 മാർക്ക്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന 5 മാർക്ക്.
കേരളം ഭരണവും ഭരണ സംവിധാനവും സിവിക്സ് എത്ര മാർക്ക്? അത് 5 മാർക്ക്. മനസ്സിലാവുന്നുണ്ട്? 5 മാർക്ക് വീതമുള്ള ഇതാണ്. ഇത് 6 മാർക്കാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, അല്ലേ? നമുക്കറിയാം ബയോളജി, പബ്ലിക് ഹെൽത്ത് 6 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന 6 മാർക്കാണ്. ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, അതുപോലെ കലാകായികം സാഹിത്യം സംസ്കാരം, കലാകായികം സാഹിത്യം സംസ്കാരം എന്നറിയപ്പെട്ട ടോപ്പിക്ക് അത് 5 മാർക്കാണ്. അതുപോലെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എത്ര മാർക്ക്? അവസാനം 3 മാർക്ക്. സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിനാണ്. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് 5 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് 20 മാർക്കാണ്. കറണ്ട് അഫേഴ്സ് 20 മാർക്ക്. അതുപോലെ നമുക്കറിയാം സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, അല്ലേ? കണക്ക് എത്ര മാർക്ക്? 5 വീതം 10 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് നിങ്ങളുടെ VFAയുടെ സിലബസ്. 2024 അവസാനം നടന്ന പരീക്ഷയുടെ സിലബസ് ഇതായിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന VFAയുടെ സിലബസും ഇത് തന്നെ ആയിരിക്കും, മാറ്റങ്ങളില്ല, ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് 2025 ഡിസംബർ മാസത്തിലോടുകൂടി നോട്ടിഫിക്കേഷൻ വരും. വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 3 മാസത്തെ ഗ്യാപ്പ് മാത്രമേ പഠിക്കാൻ കിട്ടൂ. അപ്പോൾ ഇപ്പോഴേ ഈ സിലബസ് നോക്കണേ. കണ്ടോ, മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, കണക്ക് 10 മാർക്ക്, അതുപോലെ കറണ്ട് അഫേഴ്സ് 20 മാർക്ക്. അപ്പോൾ തന്നെ ഒരു പരീക്ഷയുടെ 10, 20, 30, 50 മാർക്ക്, പകുതി മാർക്ക് 4 വിഷയങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ വളരെ തന്ത്രപൂർവം പഠിച്ചാൽ നിങ്ങൾക്ക് VFA പരീക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉറപ്പിക്കാൻ പറ്റും. ഇപ്പോഴേ ഓർക്കണം, വില്ലേജ് ഓഫീസറായിരിക്കാൻ, സീനിയർ വില്ലേജ് ഓഫീസറായിരിക്കാനായിട്ട്, തഹസീൽദാർ വരെ ഉള്ള പദവിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന, പ്രൊമോഷനിലൂടെ കഴിയുന്നൊരു പദവിയാണ്. പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് വെച്ചാൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന പോയിന്റിലേക്ക് നിങ്ങൾ എത്തണം. പ്രൊമോഷൻ സാധ്യതകളുണ്ട് എന്ന കാര്യം കൂടി പഠിച്ചിട്ട് കാര്യമുണ്ട്. പ്രൊമോഷൻ സാധ്യതകളും നിരവധിയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആകാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് മറ്റു ചില വസ്തുതകളുമായി കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.